എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഓഗസ്റ്റ് 2022 കുരുക്ഷേത്ര എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ മെയിൻ തീമായ റൂറൽ ഇൻഡസ്ട്രീസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ റൂറൽ ഇൻഡസ്ട്രീസ് ഇപ്പോഴും കോട്ടേജ് ഇൻഡസ്ട്രി, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ഒക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന പോയിൻറ്റുകൾ എന്തൊക്കെയാണ്, ആസ് സച്ച് നമുക്ക് എന്തൊക്കെയാണ് റൂറൽ ഇൻഡസ്ട്രീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞത്. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഡിജിറ്റൽ പെനിട്രേഷൻ, ഡിജിറ്റൽ യുഗമാണ്. എപ്പോഴും ഇൻ്റർനെറ്റ്, അതുപോലെ തന്നെ ഡിജിറ്റൽ മോഡ് ഓഫ് സർവീസ് ഡെലിവറി ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഏത് ഇൻഡസ്ട്രി ആണെങ്കിലും സ്റ്റാർട്ടപ്പ് ആണെങ്കിലും ഡിജിറ്റലി എംപവേർഡ് ആയിരിക്കണം. ഡിജിറ്റൽ ആക്സസ് അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് ലഭ്യമായിരിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഫോർമൽ ക്രെഡിറ്റ്. എന്താണ് ഈ ഫോർമൽ ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്? ഈ ഫോർമൽ ക്രെഡിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ലോണാണ്. ബാങ്ക് ലോൺ, ഈസി ആക്സസ് ടു ബാങ്ക് ലോൺസ് ആൻഡ് പ്രോംപ്റ്റ് റീപേയ്മെൻറ്റ്. നല്ലോണം അസസ് ചെയ്തിട്ട് മാത്രമേ ലോൺസ് കൊടുക്കാനും പാടുള്ളൂ. ഇവർക്കത് ലഭ്യമാവും വേണം, എന്നാൽ അതിന് പ്രോംപ്റ്റ് ആയിട്ടുള്ള അടവും വേണം. എന്നാൽ മാത്രമേ എക്കോണമി ആസ് എ സർക്കുലർ എക്കോണമി മുമ്പോട്ട് പോവുള്ളൂ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ മുതൽ തന്നെ റൂറൽ ഇൻഡസ്ട്രീസിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ MSMEക്ക് വേണ്ടി നമ്മൾ പല സ്കീംസും MSME സെക്ടർ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടി ഒരുപാട് സ്കീംസ് കേന്ദ്ര ഗവൺമെൻറ്റുകൾക്കുണ്ട്. അപ്പോൾ ആസ് സച്ച് ഒരു ഡിജിറ്റൽ ഇൻ്റർനെറ്റ് സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി അതിനെക്കുറിച്ച് അവയർനെസ് ഉള്ളൊരു പുതിയ യുഗം ഉണ്ടാവേണ്ടതാണ്, അല്ലെങ്കിൽ പുതിയ സ്റ്റെപ്പ് നമ്മൾ റൂറൽ ഇൻഡസ്ട്രീസിൽ വരേണ്ടതാണ്. ഫോർമൽ ക്രെഡിറ്റ്, ബാങ്ക് ലോണുകൾ കിട്ടാൻ വേണ്ടി നമുക്ക്, അല്ലെങ്കിൽ അത് ലഭ്യമാക്കൽ ഉറപ്പുവരുത്തണം ഗവൺമെൻറ്. അതുപോലെ തന്നെ ഓരോ പ്ലാനിങ്ങിലും, നിതി ആയോഗിൻ്റെയൊക്കെ ഓരോ പ്ലാനിങ്ങിലും സ്കീംസിലും ഇംപ്ലിമെൻറ്റേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ MSME സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാൻ, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി സ്കീമുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ഇത്രയും ഉണ്ടെങ്കിൽ മാത്രമാണ് റൂറൽ ഇൻഡസ്ട്രീസിന് പിടിച്ചു വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് സ്കിൽ ഡെവലപ്മെൻറ്റ് കോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ സ്കീമുകളുണ്ട്, ഏരിയ സെൻട്രിക് ഉണ്ട്, സെൻട്രൽ സെക്ടർ സ്കീമുകളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഇതാണ് ഈ പറഞ്ഞ ഇപ്പോൾ RBIൻ്റെ റോള്. ഇപ്പോൾ ഈ പങ്ക്തിയിൽ പറഞ്ഞിരിക്കുന്ന RBIൻ്റെ റോളുണ്ട്. സിഡ്ബി, മൈക്രോ സ്മോൾ എൻ്റർപ്രൈസസിന് വേണ്ടി സിഡ്ബി എന്ന് പറഞ്ഞ ബാങ്ക് ചെയ്യുന്നത്. റൂറൽ ക്രെഡിറ്റിന് വേണ്ടിയിട്ട് നബാർഡ്, അതിൻ്റെ കീഴിൽ എന്താണുള്ളത്, അതിന് കീഴിലാണെന്ത് RRBs ഉള്ളത്, റീജിയണൽ റൂറൽ ബാങ്കുകളുള്ളത്. ഇതൊക്കെ എന്താ ചെയ്യുന്നത്? സ്കീം ഇംപ്ലിമെൻ്റ് ചെയ്യുകയും ചെയ്യും, ഫോർമൽ ക്രെഡിറ്റ് വായ്പ കൊടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ ഗ്രോത്തിന് സസ്റ്റനൻസ് ഉണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആമ്പിളായിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കണം, ഡിജിറ്റലായിരിക്കണം, ഇൻ്റർനെറ്റ് ഡിജിറ്റൽ പോലുള്ള പുതിയ കാലത്തെ പാരാമീറ്റേഴ്സ് ഉൾക്കൊള്ളാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. അതുപോലെ തന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണം, ഫ്രഷ് ഐഡിയാസ് വേണം. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ലോൺസും മറ്റ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസും ആര് കൊടുക്കണം? ബാങ്കിങ് സിസ്റ്റം ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഇപ്പോൾ മുദ്ര സ്കീം ഒരു ഇമ്പോർട്ടൻറ്റ് സ്കീമല്ലേ മുദ്ര. ഇതിൽ ശശി, കിരൺ, തരുൺ എന്ന് പറഞ്ഞ് 3 സ്കീമായിട്ടാണ് മുദ്ര കൊടുക്കുന്നത്. ലിമിറ്റ് അനുസരിച്ച് 50,000 വരെ, 50 to 5 ലക്ഷം, 5 ലക്ഷം to 10 ലക്ഷം, അങ്ങനെ. അപ്പോൾ ഇതൊക്കെ കൊളാട്രൽ ഫ്രീ, അതായത് ഈട് വെക്കേണ്ട കാര്യമില്ല. കൊളാട്രൽ ഫ്രീ ലോണുകളാണ്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഈ റൂറൽ ഇൻഡസ്ട്രിയലൈസേഷൻ ബൂസ്റ്റ് ചെയ്യപ്പെടുന്ന ഫാക്ടേഴ്സാണ്. അപ്പോൾ ചലഞ്ചസ് തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകുന്ന സമയത്ത് റൂറൽ ഇൻഡസ്ട്രീസിന് അതിഭീകരമായൊരു ഇമ്പോർട്ടൻസ് സിസ്റ്റത്തിലുണ്ട്, എക്കോണമിയിലുണ്ട്. അത് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ ചില കേസ് സ്റ്റഡീസൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിൽ എക്സാമ്പിൾസായിട്ട് ഉപയോഗിക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് ഈ പങ്ക്തിൻ്റെ ജിസ്റ്റ് എന്ന് പറയുന്നത്. കുരുക്ഷേത്ര എന്ന് പറഞ്ഞ ജേണലിൻ്റെ ജിസ്റ്റ്, റൂറൽ ഇൻഡസ്ട്രീസ്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.